ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷാൻല. വെൽക്കം ടു മൈ ചാനൽ ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഒരു പോയമാണ് ഡാഡി ഫെൽ ഇൻ ടു ദ പോണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂണിറ്റ് 5 ആണ്. അതിൽ 2 ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ലൈറ്റ് ആൻഡ് ഷെയ്ഡിലെ യൂണിറ്റ് 5 ലൈറ്റ് ആൻഡ് ഷെയ്ഡിലെ ദ ലോൺലി ചൈൽഡ് ആൻഡ് ദ പപ്പി, അതേപോലെ തന്നെ ദ ബോയ് ആൻഡ് ദ ബലൂൺ. ഈ 2 ചാപ്റ്ററിൻ്റെയും മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പോയമാണ് ഡാഡി ഫെൽ ഇൻ ടു ദ പോണ്ട്, അതായത് ഡാഡി കുളത്തിൽ വീണു. ഇറ്റ് ഈസ് എ ഹ്യൂമറസ് പോയം, ഒരു തമാശകരമായ ഒരു കവിതയാണ്. അപ്പോൾ എല്ലാവരും വീണിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പെട്ടെന്ന് ചിരിക്കുകയാണ് ചെയ്യാം. അതേപോലെ തിമോത്തി ചിരിച്ചു, പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു പോയമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ സമ്മറി നോക്കാം. ആൻ ഈവനിങ് നോബഡി ഹാഡ് എനിത്തിങ് ടു ഡു ഓർ നത്തിങ് ടു ടോക്ക്. ഒരു ഈവനിങ് ആണ്. അപ്പോൾ ഈവനിങ്ങിൽ ആർക്കും പ്രത്യേകിച്ചൊന്നും പറയാനോ ചെയ്യാനോ ഒന്നുമില്ല. ദ ഡേ വാസ് ജസ്റ്റ് പാസിങ് ബൈ ലൈക്ക് എനി അതർ ബോറിംഗ് ഡേ. ഒരു ബോറിംഗ് ഡേ ആയിരുന്നു. എല്ലാ ദിവസത്തെയും പോലെ ഒരു ബോറിംഗ് ഡേ ആയിട്ട് അതങ്ങനെ പോയി. സഡൻലി ഡാഡി ഫെൽ ഇൻ ടു ദ പോണ്ട്. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ഡാഡി പോണ്ടിലേക്ക് വീഴുകയാണ് ചെയ്തത്. Timothy began to dance with delight and called for a camera to take a photography of that scene. അപ്പോൾ തിമോത്തി സന്തോഷത്തിൽ ഡാൻസ് ചെയ്യാണ്. എന്നിട്ട് ആ ഒരു സീനിൻ്റെ ഫോട്ടോ എടുക്കാൻ ഒരു ക്യാമറ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. All who were there, including the gardener and the ducks, took it for a chance to laugh. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? തോട്ടക്കാരൻ ഉണ്ടായിരുന്നു, അതേപോലെ താറാവുകളും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു ചിരിക്കാനുള്ള ഒരു അവസരമായിട്ട് അതിനെ കാണുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ പോയം വായിച്ചിട്ടുണ്ടാവും. ഇതാണ് പോയിന്റിൽ ചെറിയൊരു പോയമാണ്. എവരി വൺ ഗ്രംബിൾഡ് ദ സ്കൈ വാസ് ഗ്രേ എന്ന് തുടങ്ങിയ ആ പോയം നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ ഗ്രംബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പിറുപിറുക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ആക്ടിവിറ്റി 1. വൈ ഡിഡ് എവരി വൺ എൻജോയ് ദ ഫോൾ ഓഫ് ദ ഫാദർ? ഫാദറിൻ്റെ ആ ഒരു വീഴ്ച എല്ലാവരും എൻജോയ് ചെയ്തത് എന്തുകൊണ്ടാണ്? ദ ഡേ വാസ് ബോറിംഗ്. ആ ഡേ ഒരു ബോറിംഗ് ഡേ ആയിരുന്നു. ആൻഡ് ഫാദേഴ്സ് അൺഎക്സ്പെക്റ്റഡ് ഫോൾ പ്രൊവൈഡ് ദ റെസ്റ്റ് ഓഫ് ദ ഫാമിലി വിത്ത് എ പ്ലസൻറ്റ് ഡൈവേർഷൻ. അപ്പോൾ അതൊരു മാറ്റത്തിന് കാരണമായി. എല്ലാവരും ബോറടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ കുളത്തിൽ വീഴുമ്പോൾ എല്ലാവരും ചിരിക്കാൻ ഒരു അവസരമായി അത് കണ്ടു. സോ ദേ എൻജോയ്ഡ് ദ ഫോൾ ഓഫ് ദ ഫാദർ. അതുകൊണ്ടാണ്. എന്താണ് മെയിൻ കാരണം? ഇറ്റ് വാസ് എ ബോറിംഗ് ഡേ. അപ്പോൾ ഒരാൾ പെട്ടെന്ന് വീണപ്പോൾ എല്ലാവരും ചിരിച്ചു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമൻറ്റ് ഓൺ ദ ഗാർഡനേഴ്സ് റെസ്പോൺസ് ടു ദ ഫോൾ. എന്താണ് തോട്ടക്കാരൻ ആ വീഴ്ചയോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? ദ ഗാർഡനർ സ്ലാപ്ഡ് ഹിസ് നീസ് ആൻഡ് ലാഫ്ഡ് സൈലൻ്റ്ലി. അയാൾ നല്ല കൈയടച്ച് ചിരിച്ച് പിന്നെ സൈലൻ്റായിട്ട് ചിരിക്കുകയാണ് ചെയ്തത്. ദ ഗാർഡനർ സ്ലാപ്ഡ് ഹിസ് നീസ് ആൻഡ് ലാഫ്ഡ് സൈലൻ്റ്ലി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എവരിബഡി ലാഫ്ഡ് വെൻ ഫാദർ ഫെൽ ഇൻ ടു ദ പോണ്ട്. കമൻറ്റ് ഓൺ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ. എല്ലാവരും അച്ചൻകുളത്തിൽ വീണപ്പോൾ ചിരിക്കുകയാണ് ചെയ്തത്. എന്താണ് മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡ്? ഒരു ആറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിംഗ് ദ പേഴ്സൺ ഹൂ ഫെൽ, എവരിബഡി വാസ് ലാഫിംഗ് അറ്റ് ഹിം. പീപ്പിൾ യൂഷ്വലി എൻജോയ് ലാഫിംഗ് അറ്റ് അതേഴ്സ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താണ് ഒരാൾ വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാണ് വേണ്ടത്. അതിന് പകരം എല്ലാവർക്കും എന്താണ് ചിരിക്കാനാണ് തോന്നിയത്. ഒരാളും ചിരിക്കാനുള്ള അവസരം ആരും നഷ്ടപ്പെടുത്തില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മൈറ്റ് ബി ദ ഫീലിംഗ് ഓഫ് ദ ഫാദർ വെൻ എവരിബഡി ലാഫ്ഡ് അറ്റ് ഹിം? എന്തായിരിക്കും എല്ലാവരും കളിയാക്കി ചിരിക്കുമ്പോൾ ആ അച്ഛനുണ്ടായൊരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫീലിംഗ് എന്തായിരിക്കും? ഹി മേ ബി ഹാങ്ക്രി. എല്ലാവരും നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ നമുക്ക് എന്താ ഫീലിംഗ് ഉണ്ടാവുക? നമുക്ക് ദേഷ്യം വരും. ഹി മേ ബി ഹാങ്ക്രി. ഹി ലവ്സ് ഹിസ് ഫാമിലി വെരി മച്ച് ബട്ട് വെൻ ഹി ഫോൾസ് ഡൗൺ നോബഡി ഹെൽപ്സ് ഹിം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ആൻ അറ്റംപ്റ്റ് ടു സേവ് ഹിസ് ഫാദർ, തിമോത്തി ട്രൈഡ് ടു ടേക്ക് എ സ്നാപ്പ്. വൈ ഡു യു തിങ്ക് അബൌട്ട് ഹിസ് ആറ്റിറ്റ്യൂഡ്? എല്ലാവരും അച്ഛൻ കൊളുത്തി വീണപ്പോൾ അച്ഛനെ രക്ഷിക്കാനല്ലേ നോക്കുന്നത്. പക്ഷേ തിമോത്തി എന്താ ചെയ്തത്? ആ ഒരു രംഗം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത്? പീപ്പിൾ നൗ ഡേയ്സ് ട്രൈ ടു ടേക്ക് സ്നാപ്സ് ഓഫ് എനി ഇൻസിഡൻറ്റ്. ദേ ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദ സഫറിങ് ഓഫ് ദ പീപ്പിൾ ഹൂ മീറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. ഇപ്പോൾ എല്ലാവർക്കും നമ്മളിപ്പോൾ ചുറ്റുപാട് നോക്കാൻ വെച്ചാൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് മൊബൈലും വെച്ച് ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ആക്സിഡൻറ്റിൻ്റെ ഫോട്ടോ എടുക്കാനാണ് നോക്കുക. ആ ആക്സിഡൻറ്റ് പറ്റിയ ആളെ രക്ഷിക്കാനോ
ഒന്ന് നോക്കുന്നതിന് പുറമെ ഇപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് എന്താണ്, വേഗം ഫോട്ടോ എടുക്കാമെന്ന്. ഓക്കെ, ഇനി അടുത്തത് ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് ലൈൻസ് ഓഫ് ദ പോയം എൻഡ് വിത്ത് എ ഗ്രേ ആൻഡ് സെയിം. ദീസ് വേർഡ്സ് എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. ഫൈൻഡ് ഔട്ട് സച്ച് പെയർസ് ഫ്രം ദ പോയം. ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലൈൻസ് ഓഫ് ദ പോയം, അതായത് ഗ്രേ സേ, അപ്പോൾ അവിടെ ഒരു സൗണ്ട്സ് എൻഡ് ചെയ്യുന്ന എന്താണ്, എ എന്നുള്ളൊരു സൗണ്ടിലാണ് എൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സിന് നമുക്കറിയാം, നമ്മൾ 5 മുതൽ പഠിക്കുന്നതാണ് റൈമിംഗ് വേർഡ്സ് എന്നാണ് പറയുക. അതേപോലെ വേറെ പെയേഴ്സ് അവിടെ നിന്ന് കണ്ടെത്താനാണ് ബിയോണ്ട് പോണ്ട്, ഓക്കെ, ബ്രൈറ്റ് ഡിലൈറ്റ്, ഓക്കെ, ക്വിക്ക് ക്ലിക്ക്. അപ്പോൾ നമ്മൾ ആ പോയിന്റ് ശ്രദ്ധിച്ചാൽ അറിയാം, പിന്നെ എല്ലാ സെൻറ്റൻസും എൻഡ് ചെയ്യുന്നത് ഒരേ സൗണ്ടിലാണ്. ഗ്രേസേ, ഡേ, അതേപോലെ തന്നെ ബിയോണ്ട് പോണ്ട്, ബ്രൈറ്റ് ഡിലൈറ്റ്, ക്വിക്ക് ക്ലിക്ക്, ഓക്കെ, ലാഫ്ഡ്, റെസ്പോണ്ട് പോണ്ട്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇത് ഫസ്റ്റ് ആക്ടിവിറ്റിയിലാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഇനി അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ദ വേർഡ് like grey dismal. The word like grey dismal. നമുക്ക് എഴുതാം the words like grey dismal etc evoke a mood of boredom. ഒരു ബോറിംഗ് മൂഡാണ് ഇവിടെ കാട്ടുന്നത്. they create a sad mood. എന്താണ് they create a sad mood. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. now read the following lines. And everyone's face grew merry and bright, and Timothy danced for sheer delight. Give me the camera quick, he is crawling out of the duckweed. Analyze these lines and find out poetic tone. Pick out the words that express the tone of the poem. അപ്പോൾ ഈ ഒരു ലൈനിലുള്ള പോയത്തിൻ്റെ ടോൺ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, the words that expresses the tone of the poem, a merry, bright, sheer delight. All these words to create a jolly mood. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ഡിസ്മലും ഗ്രേ ഒക്കെ ഒരു സാഡ് മൂഡാണെന്ന് വെച്ചാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബ്രൈറ്റ്, ഡിലൈറ്റ്, അതേപോലെ ഷിയർ ഡിലൈറ്റ്, ബ്രൈറ്റ്, മെറി എന്നതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് മൂഡാണെന്ന് മനസ്സിലാക്കാം. ദിസ് ഈസ് എ ഹാപ്പി മൂഡ് അല്ലെങ്കിൽ ഒരു ജോളി മൂഡാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തത് ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. 2 ടേബിൾ ഇവിടെ തന്നിട്ടുണ്ടല്ലേ, 2 അല്ല 4 ടേബിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, എ ബി സി ഡി. ഓക്കെ, നമുക്ക് ഈ ഒരു കോളംസ് വായിച്ച് നോക്കാം. ഇൻ എ ബിഗ് സിറ്റി ദർ ലിവ്ഡ് എ ലിറ്റിൽ ബോയ്. ദ ലിറ്റിൽ ബോയ് വാസ് ഹി വാസ് ഹാവിങ് നോ ഫൺ ആൻഡ് നോ ജോയ്. ഹി ലിവ്ഡ് വിത്ത് ഹിസ് ഫാദർ ആൻഡ് മദർ. സ്റ്റിൽ ഹി വാസ് ലോൺലി. എ ലോൺലി ബോയ് വാസ് ഹി. ദ ഡേയ്സ് വർ ലോങ് ആൻഡ് ടിഡിയസ്. ദ നൈറ്റ്സ് വർ ഡാർക്ക് ആൻഡ് ഡൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സംഭവം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വായിച്ച് നോക്കിയാൽ എന്തായിരിക്കും, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷൻ ആണല്ലേ. പണ്ട് നടന്ന ഒരു ബിഗ് സിറ്റിയിൽ ഒരു കുട്ടി ജീവിച്ചിരുന്നു, അങ്ങനെയാണ് പറയുന്നത്. അതായത് പാസ്റ്റ് ടെൻസിനെയാണ് ഉപയോഗിക്കുന്നത്, പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതേ സെൻറ്റൻസ് തന്നെ നമുക്ക് നോക്കാം. ബി കോളത്തിൽ നോക്കിയാൽ അറിയാം. ഇൻ എ ബിഗ് സിറ്റി ദർ ലിവ്സ് എ ലിറ്റിൽ ബോയ്. എലിജിബിൾ ഹി ഈസ് ഹാവിങ് നോ ഫൺ നോ ബോയ്. ഹി ലിവ്സ് വിത്ത് ഹിസ് ഫാദർ ആൻഡ് മദർ. സ്റ്റിൽ ഹി ഈസ് ലോൺലി. എ ലോൺലി ബോയ് easy. The days are long and tedious. The nights are. ബി കോളം വായിച്ച് നോക്കിയപ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, എല്ലാം പ്രസന്റ് ടെൻസിലാണ്. ഒരു ബിഗ് സിറ്റിയിൽ ഒരു കുട്ടി ജീവിച്ചിരിക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ എ കോളത്തിൽ ലിവ്ഡ്, അതായത് പാസ്റ്റ് ടെൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ചത് ആ കുട്ടി ഇപ്പോൾ ആ ബിഗ് സിറ്റിയിൽ ജീവിച്ചിരിക്കുക, അതായത് പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ വായിച്ചത്. ഇനി നമുക്ക് അടുത്തത് സി കോളം നോക്കാം. ഇറ്റ് വാസ് സ്റ്റിൽ ഡ്രിസ്ലിംഗ്. ദ ബോയ് വാസ് സീൻ റണ്ണിങ് ആഫ്റ്റർ എ വുമൺ ഹൂ ഹാഡ് ആൻ അംബ്രല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് വായിച്ച് നോക്കിയാൽ തന്നെ അറിയാം ഇതൊരു പാസ്റ്റ് ടെൻസ് ആണല്ലേ. ഓക്കെ, വാസ് റീച്ച്ഡ്, ഹെൽഡ്, വോക്ക്ഡ്, അലൗഡ്, ഇതൊക്കെ പാസ്റ്റ് ടെൻസ് ആണ്. ഇനി നമുക്ക് ഡി കോളം നോക്കാം. ഈസ് സ്റ്റിൽ ഡ്രിസ്ലിംഗ്. ദ ബോയ് ഹീസ് സീൻ റണ്ണിങ് ആഫ്റ്റർ എ വുമൺ ഹൂ ഹാസ് എൻ അംബ്രല്ല വിത്ത് ഹെർ. ഹി റീച്ചസ് ഹെർ, ഹോൾഡ്സ് ദ ബലൂൺ. ഓക്കെ, അപ്പോൾ ആ ഒരു കോളും നമ്മൾ വായിച്ചു. അപ്പോൾ ഇവിടെ കുറച്ച് അനലൈസ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. റീഡ് ദ സെൻറ്റൻസ് ഇൻ കോളം എ ആൻഡ് കോളം ബി. അപ്പോൾ കോളം എയും കോളം ബിയും നമുക്ക് വായിച്ചപ്പോൾ എന്താ മനസ്സിലായത്? സം വേർഡ്സ് ആർ അണ്ടർലൈൻഡ് ഇൻ ബോത്ത് കോളംസ്. ദേ ഷോ എൻ ആക്ഷൻ. ദ വേർഡ് ലിവ്ഡ് ഇൻ കോളം എ ഹാസ് ബിക്കം ലിവ്സ് ഇൻ കോളം ബി. അതായത് അതൊരു ആക്ഷനെയാണ് കാണിക്കുന്നത്. ഒരു
കോളം എയിൽ lived എന്നത് കോളം ബിയിലെത്തുമ്പം എന്താണ് lives എന്നായി മാറുന്നു. ഓക്കെ, വാട്ട് ഈസ് ഇൻ മീനിങ് ഈസ് ഇൻഡിക്കേറ്റ് ബൈ ദിസ് ചേഞ്ച്. ഈ ചേഞ്ച് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു കോളം എയിൽ പാസ്റ്റ് ടെൻസ് ആണ്, ഒരു നടന്ന കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. കോളം ബിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പ്രസൻറ്റ് ടെൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ടു കോളംസ് ഡിനോട്ട് കംപ്ലീറ്റഡ് ആക്ഷൻ വിച്ച് കോളം ഡിനോട്ട്സ് ദ ആക്ഷൻ ഹാപ്പനിങ് അറ്റ് പ്രസൻസ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് വിച്ച് ഓഫ് ദ ടു കോളംസ് ഡിനോട്ട് കംപ്ലീറ്റഡ് ആക്ഷൻസ് ആൻഡ് വിച്ച് കോളം ഡിനോട്ട്സ് ദ ആക്ഷൻ ഹാപ്പനിങ് അറ്റ് പ്രസൻസ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷൻ ഏത് കോളാണ് കാണിക്കുന്നത്? കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷൻ കാണിക്കുന്നത് എയും സിയുമാണ്. പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? സിയും ഡിയുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോളം എ ആൻഡ് സി ഷോസ് കംപ്ലീറ്റഡ് ആക്ഷൻ, കോളം ബി ആൻഡ് ഡി ഷോ ആക്ഷൻസ് ഹാപ്പനിങ് അറ്റ് പ്രസൻറ്റ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് കോളം ബിയും ഡിയും ഷോ ചെയ്യുന്നത്. ഇൻ കോളംസ് എ ആൻഡ് സി ദ ആക്ഷൻസ് വേർഡ്സ് ആർ പാസ്റ്റ് ടെൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബി ആൻഡ് ഡി ദേ ആർ ഇൻ ദ പ്രസൻറ്റ് ഫോം. ബിയിലും ഡിയിലും എന്താണ്? അത് പ്രസൻറ്റ് ഫോമിലാണ് യൂസ് ചെയ്തത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുക കമ്പയർ ദ വേർഡ്സ് അണ്ടർലൈൻഡ് ഇൻ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി. നൗ കമ്പയർ ദ സെൻറ്റൻസ് ഇൻ കോളം സി വിത്ത് ദോസ് ഇൻ കോളം ഡി. എയും ബിയും ആയിട്ട് കമ്പയർ ചെയ്യാൻ, അതേപോലെ തന്നെ സിയും ഡിയും ആയിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കോളം എയിൽ എന്താണ്? ലിവ്ഡ് ലിവ്സായി, വാസ് ഈസായി, ദർ ആറായി. ഇനി കോളം സിയിലാണെന്ന് വെച്ചാൽ വാസ് ഈസായി, റീച്ച്ഡ് റീച്ചസായി, വാസ് ഈസായി, റീച്ച്ഡ് റീച്ച്, ഹെൽഡ് ഹോൾഡ്സ്, വാക്ക്ഡ് വാക്സ്, അലൗഡ് അലൗസ്. ഇവിടെ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 6 നോക്കാം. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് സ്ക്രീൻ പ്ലേ. ദേ ആർ സർട്ടൻ എറേഴ്സ് ഇൻ ഇറ്റ്, കറക്റ്റ് ദം. Morning, the boy is seen walking along the pavement holding the string of the balloon in his hand. Some passengers are also seen walking. അവിടെ നമുക്ക് എന്ത് എഴുതാം? Some passengers are also seen എന്നാണ്. സീൻ എന്നുള്ളത് seen walking എന്നാണ് എഴുതേണ്ടത്. The boy reaches a closed door. He knocks at the door and waits, but the door is not opened. അപ്പം നമുക്ക് അതെങ്ങനെ എഴുതാം? The door is not opened. The door is not opened. He moves towards the calling bell on the walls. He presses the bell. The door was opened. അപ്പം the door is opened എന്നാണ് പറയുക. The door is opened. ഇനി അടുത്തത് he goes in, the door is closed behind him. The door is closed. Okay, closed. First one എന്താണ്? Some passengers are also seen. Second one, but the door is not opened. The door is opened. The door is closed. Okay, ഇനി നമുക്ക് ആക്ടിവിറ്റി 7 നോക്കാം. Activity 7. Read the following. Boy, ha, a cute puppy, a lovely puppy. Here, the word hi is used to express great joy. Ha, a cute puppy. Hi, എന്ത് നല്ലൊരു പപ്പി. അപ്പോൾ ഇവിടെ ആ എന്ന് യൂസ് ചെയ്ത് എന്തിനാണ്? ടു എക്സ്പ്രസ് ഗ്രേറ്റ് ജോയ്, ഭയങ്കര സന്തോഷം എക്സ്പ്രസ് ചെയ്യാനാണ് ഹാ എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാവ് യു നോട്ടീസ്ഡ് എനി സച്ച് വേർഡ്സ് എക്സ്പ്രഷൻ ഇൻ ദ സ്ക്രിപ്റ്റ്? ഈ സ്ക്രിപ്റ്റിൽ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പ്രഷൻസ് നോട്ട് ചെയ്തിട്ടുണ്ടോ? ദ ലോൺലി ആൻഡ് ദ ചൈൽഡ് ആൻഡ് ദ പപ്പി വിച്ച് കൺവേ ഇൻറ്റൻസ് ഫീലിംഗ് ലിസ്റ്റ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വേർഡ്സ് ഒന്ന് എഴുതാനാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഹേ, ഹോ, പുവർ പപ്പി, ഓ ഡിയർ, ഹോ, നോ, നെവർ, നെവർ, ഇതൊക്കെ നമുക്ക് എഴുതാം. ഇനി അടുത്തത് ലുക്ക് അറ്റ് ദ ലിസ്റ്റ് ഓഫ് ദ വേർഡ്സ് ബിലോ. ഹൗ വുഡ് യു എക്സ്പ്രസ് ദീസ് ഫീലിങ്സ്? യു മേ ചൂസ് ഫ്രം ദോസ് ഗിവൺ ഇൻ ദ ബോക്സ്. അപ്പം കുറച്ച് ഫീലിങ്സ് ഇവിടെ തന്നിട്ടുണ്ട്. സർപ്രൈസ് ഉണ്ട്, ഫ്രൈറ്റ് ഉണ്ട്, ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്, ആങ്കർ, പെയിൻ, ബീയിങ് ഇംപ്രസ്ഡ്. അപ്പോൾ അതിനൊക്കെ യോജിച്ച വേർഡ്സ് എഴുതാനാണ് അത് ആ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ സർപ്രൈസിന് നമ്മൾ എന്ത് ചെയ്താൽ? ഫാൻസി ദാറ്റ്, ഒരു സർപ്രൈസ്. ഓ, ഫാൻസി ദാറ്റ്. ഫ്രൈറ്റ്, മൈ ഗോഡ്. ഓക്കെ, ഡിസപ്പോയിൻമെൻറ്റ്, മൈ ഗുഡ്നസ്. ആങ്കർ, വാട്ട് എ ന്യൂസൻസ്. പെയിൻ, ഗുഡ് ഹെവൻസ്. ബീയിങ് ഇംപ്രസ്ഡ്, വെൽ ഡൺ. സിമ്പതി, ഓ ഡിയർ. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, വാട്ട് എ ഷെയിം. Disbelief, oh no. Nervousness, what a shame. What a shame. Encouragement, well done, congratulations. Well done, congratulations. Interest, I see. Okay. ഇനി എട്ടാമത്തതൊരു ഗെയിം പ്ലേ ചെയ്യാനാണ്. പിന്നെ ഡൈസ് ഉപയോഗിച്ച് നിങ്ങൾ
പിന്നെ പ്ലേ ചെയ്യാനാണിത്. കുറച്ച് കാര്യങ്ങളൊക്കെ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ദർ ആർ 15 ഗേൾസ് ആൻഡ് 10 ബോയ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം? നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇപ്പോൾ നമ്മൾ വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഗോയിങ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്തെഴുതാം? വേർ ആർ യു ഗോയിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തെഴുതാം? ടു ദ ക്ലാസ് ഇതിവിടെ ഉണ്ട്, ടു ദ ക്ലാസ്. ഓക്കെ, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കുക, അതിൻ്റെ ആൻസറും ഇവിടെ ഉണ്ടാവും. ഓക്കെ, അതൊരു ഗെയിമായിട്ട് കളിക്കാനാണ്. ഓക്കെ, അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, വെൻ വിൽ യു കം ബാക്ക്, നീ എപ്പോഴാണ് വരിക? അപ്പോൾ അതിൻ്റെ ആൻസർ ഇതിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ആൻസറും ക്വസ്റ്റ്യനും നിങ്ങൾ കണ്ടെത്താനാണ്. ഓക്കെ.